പുസ്തക പ്രകാശനമാണ്. പഴയ യുഗാചാര്യർ എഴുതിയ വിശുദ്ധ നാടിൽ കൂടി ഒരു തീർത്ഥയാത്ര എന്ന ഗ്രന്ഥത്തിൻ്റെ പ്രകാശനമാണ്. ഗ്രന്ഥം പ്രകാശനം ചെയ്യുന്നത് കോട്ടയം താലൂക്ക് ലൈബ്രറി കമ്മിറ്റിയുടെ പ്രസിഡന്റ് കെ വി ജനാർദ്ദൻ സാറാണ്. ആ പുസ്തകം ഏറ്റുവാങ്ങുന്നത് അമയന്നൂര് ജ്യോതിർഭവൻ എന്ന അനാഥാലയത്തിൻ്റെ ഡയറക്ടർ ഫാദർ പി തുളച്ചനാണ്. ലൈബ്രറി പ്രസ്ഥാനത്തിന്റെ കർമ്മവീഥികൾ പുസ്തകങ്ങൾ കൊടുക്കുക, അത് വായിക്കാൻ പ്രേരിപ്പിക്കുക എന്നുള്ള കടമയിൽ നിന്നും വ്യത്യസ്തമായി സമൂഹത്തിലെ പ്രധാനപ്പെട്ട സാംസ്കാരിക കേന്ദ്രമായി ലൈബ്രറി പ്രസ്ഥാനം വളർന്നിരിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഈ സംസ്ഥാനത്തും രാജ്യത്തുമൊക്കെ എല്ലാ വിഷയങ്ങളും കൈകാര്യം ചെയ്യുന്നത് ജാതിയുടെയും മതത്തിൻ്റെയും കണ്ണട വെച്ചുകൊണ്ടാണ്. രാഷ്ട്രീയമായാലും സാമൂഹ്യമായാലും സാംസ്കാരികമായാലും അതിലൊക്കെ ജാതിയും മതവും കടന്നു വരുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട്. ഗവൺമെൻറ് ചെയ്യുന്ന ഏത് നല്ല കാര്യത്തെയും വിമർശിക്കുന്നത് ആരോഗ്യകരമായ ഒരു കാര്യമാണ്. ചീത്ത കാര്യങ്ങൾ കൊണ്ടുവരേണ്ടത് എന്തൊക്കെയാണെന്ന് ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതും നല്ല കാര്യമാണ്. എന്നാൽ ഇതിനെയൊക്കെ രാഷ്ട്രീയമായി കാണുന്ന കാഴ്ചപ്പാടിനപ്പുറം ജാതീയമായി കാണുന്ന ഒരു സമൂഹം നമ്മുടെ രാജ്യത്ത് വളരെ മോശമായ രീതിയിൽ വളർന്നു വന്നിരിക്കുന്നു. ഈ വളർച്ച നമ്മുടെ നാടിന് ആപത്താണ്. ഇതിനെതിരായി ചിന്തിക്കാൻ കഴിയുന്ന ഏക പ്രസ്ഥാനമാണ് വായനശാല പ്രസ്ഥാനം. അവിടെ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാപനമാണ് എന്ന ബോധം നമ്മുടെ ഉള്ളിലുണ്ടാവണം. ലൈബ്രറിയിൽ അംഗങ്ങളാകുന്നവർക്ക് ജാതിയില്ല, മതമില്ല, മറ്റു യാതൊരു ചിന്തകളും അതിനകത്തില്ല. രാജ്യത്തെ സാമൂഹ്യമായി സാംസ്കാരികമായി വളർത്തിക്കൊണ്ടുവരികയും ജനങ്ങളിൽ നല്ല കലാബോധവും അതുപോലെ തന്നെ ഉജ്ജ്വലമായ സാംസ്കാരിക ബോധവും വളർത്തിയെടുക്കുന്നതിനാണ് ലൈബ്രറി പ്രസ്ഥാനം ശ്രമിക്കുന്നത്. ആ ശ്രമത്തിൽ മുഴുവൻ ആളുകൾക്കും പങ്കുചേരാവുന്ന ഏക സ്ഥാപനം ലൈബ്രറി മാത്രമാണ്. അങ്ങനെയുള്ള ലൈബ്രറികളെ പരിപോഷിപ്പിച്ചില്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ സ്ഥിതി വളരെ മോശമാകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ഇവിടെ എല്ലാ കാര്യത്തിലും മതത്തിൻ്റെയും ജാതികളുടെയും വലിയ നീരാളിപ്പിടുത്തം ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് മനുഷ്യന്റെ ബോധത്തിൽ നല്ല വിചാരങ്ങൾ ഉണ്ടാക്കുന്നതിന് മതങ്ങൾക്ക് കഴിയും. ആ നന്മകൾ വിതറുന്നതിന് പകരം വിദ്വേഷങ്ങൾ പകർത്തുന്ന രീതിയിലേക്ക് അതിനെ നയിച്ചുകൊണ്ട് പോകുന്ന ചില ക്ഷുദ്രശക്തികൾ നമ്മുടെ രാജ്യത്തുണ്ട്. അവിടെ അതിനെതിരായി ചിന്തിക്കാൻ പ്രാപ്തരാക്കാൻ ജനങ്ങളെ ബോധവാന്മാരാക്കാൻ ലൈബ്രറി പ്രസ്ഥാനത്തിന് കഴിയും. അവിടെ നീണ്ടൂർ പബ്ലിക് ലൈബ്രറിക്ക് ലൈബ്രറി കൗൺസിൽ എ ഗ്രേഡ് ലൈബ്രറിയാണ്. 20,000 രൂപ അവർക്ക് പുസ്തകം വാങ്ങിക്കുന്നതിന് മറ്റുമായി ഗ്രാൻഡായി നൽകും. ഒരു പൈസ പോലും തിരിച്ചു കൊടുക്കണ്ട. അങ്ങനെ ലഭിക്കുന്ന തുകയ്ക്ക് നല്ല നല്ല പുസ്തകങ്ങൾ വാങ്ങി ലൈബ്രറിയെ സൂക്ഷിക്കുമ്പോൾ ഞാൻ ഈ ലൈബ്രറി നിരവധി പ്രാവശ്യം സന്ദർശിച്ചുള്ള വ്യക്തി എന്നുള്ള നിലയിൽ ആദ്യം വാങ്ങിച്ച പുസ്തകത്തിൻ്റെ പുറംചട്ടയ്ക്ക് യാതൊരു കേടുപാടുമില്ലാതെ, അത് വായിക്കാൻ ആളുകളില്ലാതെ, പുസ്തകങ്ങൾ ആളുകളെ തേടി കണ്ണും വീഴ്ചിരിക്കുന്ന അലമാരികളുടെ നടുക്കിന് ഇങ്ങനെ സ്വസ്ഥമായിരിക്കുന്ന സ്ഥിതിവിശേഷം എങ്ങനെയുണ്ടായി? വായനയിലേക്ക് നമ്മൾ ജനങ്ങൾ അടുക്കുന്നില്ല. വായന വിദൂരമായി പോലും കാണാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷം നമ്മുടെ രാജ്യത്ത് വളർന്നുകൊണ്ടിട്ടുണ്ട്. ടിവിയുടെ മുമ്പിൽ തപസ്സരിക്കുന്ന ഒരു സമൂഹത്തെയാണ് നമ്മൾ കാണുന്നത്, പ്രത്യേകിച്ച് സ്ത്രീകൾ. ആ സമൂഹത്തിൽ നിന്നും വ്യത്യസ്തമായി ജനങ്ങളെ നന്മയുടെ പാതയിലേക്ക് നയിക്കാൻ ലൈബ്രറി പ്രസ്ഥാനത്തിന് കഴിയും. ഇങ്ങനെ നിരവധി ലൈബ്രറി കൗൺസിൽ നിരവധി സഹായങ്ങൾ നമ്മുടെ ലൈബ്രറി പ്രസ്ഥാനത്തിന് കൊടുക്കുന്നുണ്ട്. കോട്ടയം താലൂക്കിലെ കരിയർ ഗൈഡൻസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം വീണ്ടും പബ്ലിക് ലൈബ്രറിക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. കുട്ടികളെ ഉപരിപഠനത്തിന് സഹായിക്കത്തക്ക രീതിയിൽ അവരെ പ്രാപ്തരാക്കുന്നതിന് വേണ്ട നിർദ്ദേശ തത്വങ്ങളൊക്കെ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിന് പ്രഗത്ഭരായ അധ്യാപകരെ നിയമിച്ചുകൊണ്ട് ആ നടപടിക്രമം നമ്മുടെ നീണ്ടൂർ പബ്ലിക് ലൈബ്രറിക്കുണ്ട്. അതുപോലെ ബാലവേദി, വനിതാവേദി തുടങ്ങി
നിരവധി കാര്യങ്ങൾ നിർവഹിക്കുന്ന ലൈബ്രറിക്ക് നിർലോഭമായ സഹായ സഹകരണങ്ങൾ സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ നൽകുന്നു. ആളുകൾക്ക് നേരിട്ട് കാണാൻ കഴിയാത്ത സ്ഥലങ്ങളെ പറ്റിയുള്ള അവബോധം സൃഷ്ടിക്കുന്നതിന് പര്യാപ്തമായ ഒന്നാണെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ ആളുകൾ എല്ലായിടത്തും പോയി എല്ലാ സ്ഥലവും കാണാൻ കഴിയില്ലാത്ത ആളുകൾക്ക് യാത്രാ വിവരണങ്ങൾ വളരെ ഉപകരിക്കുന്ന ഒന്നാണ്. അതിന് മുന്നിട്ട് നിന്ന് പ്രവർത്തിച്ച് ആ യാത്രക്കാരുടെ മനസ്സ് കുളിർത്തിട്ട് അത് ലേഖന രൂപത്തിൽ നിർമ്മിച്ച ആ മഹാനായ വ്യക്തിയെ ഞാൻ അനുമോദിക്കുന്നു. അതുപോലെ തന്നെ ഹരീഷ്, യുവ സാഹിത്യകാരൻ, അക്കാദമിയിലെ അവാർഡിന് അർഹനായ ശ്രീ ഹരീഷിനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ശ്രീ പീറ്റർ, കവിത എഴുതിയ ശ്രീ പീറ്റർ, എനിക്ക് അവരെയൊക്കെ നേരിട്ട് പരിചയപ്പെടാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ല. ഞാൻ ഖേദിക്കുന്നു. അവരെല്ലാം കഴിവുകളെ ഉയർത്തിക്കാണിക്കുന്നതിനും ഇങ്ങനെ ഒരു പ്രതിഭാസംഗമം സംഘടിപ്പിക്കുന്നതിനും കഴിഞ്ഞ നീണ്ടൂർ പബ്ലിക് ലൈബ്രറിക്ക് എല്ലാ ഭാവുകങ്ങളും ആശംസിച്ചുകൊണ്ട് എന്നെ ഈ ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.